എല്ലാവർക്കും സ്വാഗതം. ഞാൻ കെ കെ ലത്തീഫ് വടക്കാങ്ങര. വെള്ളില MAM UP സ്കൂളിൻ്റെ മാനേജറും പ്രധാനാധ്യാപികയുമായിരുന്ന ശ്രീമതി M പാത്തുമ്മ ടീച്ചറുടെ സ്മരണാർത്ഥം 2020-21 വർഷത്തെ LSS USS വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും സർവീസിൽ നിന്നും വിരമിക്കുന്ന സത്യൻ മാസ്റ്റർക്കുള്ള യാത്രയയപ്പും ഞങ്ങളുടെ വാനമ്പാടി അസിൻ വെള്ളിലയുടെ ഗാനോപഹാരവുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. നമുക്ക് വീഡിയോ കാണാം. വിശിഷ്ട അതിഥികളായ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TA കിരീഷ് സാഹിബ്, മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS കരളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിറ്റി ഷറഫുദ്ദീൻ മാസ്റ്റർ, വാർഡ് മെമ്പർ ബിജിഷ, മാനേജർ റഹീമ ബീഗം, നമ്മുടെ അനുഗ്രഹീത ഗായിക അസിൻ വെള്ളില, മറ്റു PTA ഭാരവാഹികൾ, മാനേജ്മെന്റ് പ്രതിനിധിയും മുൻ ഹെഡ് മാസ്റ്ററുമായ ഡോക്ടർ ഷൗക്കത്ത് ഹുസൈൻ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ, അതുപോലെ സ്കൂൾ HM ബഹുമാനപ്പെട്ട ബഷീർ മാസ്റ്റർ, ഈ സ്കൂളിൽ നിന്ന് യാത്രയപ്പ് നൽകുന്ന ബഹുമാനപ്പെട്ട സത്യൻ മാസ്റ്റർ, എല്ലാവരും വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും. പ്രാർത്ഥനയ്ക്കുള്ള വിദ്യാർത്ഥികൾ വേദിയിലേക്ക് വരുമെന്ന് അറിയിക്കുന്നു. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നമ്മളിപ്പോൾ രണ്ട് പ്രധാന കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ കുരുന്ന് പ്രതിഭകളെ ആദരിക്കുക. മറ്റൊന്ന്, തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് 36 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സത്യൻ മാസ്റ്ററെ യാത്രയാക്കുക. ഒരു കൂട്ടർ ജീവിതത്തിൻ്റെ പടവുകൾ പ്രതീക്ഷയോടെ കയറി തുടങ്ങുന്നു. മാഷ് കൗമാരകാലത്ത്, എനിക്ക് തോന്നുന്നു 18 വയസ്സിലാണ് ഇവിടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് ഒത്തുകൂടുക. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതി അവരെ ആദരിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ ജൂണിൽ, അന്ന് പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് പിന്നീടാണ് പരീക്ഷ നടന്നത്. റിസൾട്ട് വന്ന് ഇപ്പോഴാണ് അതിനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ എൻ്റെ കടമയിലേക്ക് കടക്കാം. എത്തിച്ചേരാൻ നേരിടുന്നത് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായിരുന്ന മഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ C. അലവി അവരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഔദ്യോഗിക ആവശ്യാർത്ഥം ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. മംഗള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കരീം സാഹിബ്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഒരു വിശദമായ റിപ്പോർട്ട് നമുക്ക് ഇല്ല. കാരണം ഏകദേശം 2 വർഷത്തോളമായി നമ്മുടെ വിദ്യാലയം ഓൺലൈനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. 2020 മാർച്ച് മുതൽ നമ്മൾ കൊറോണയുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്
ഓൺലൈൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടായ കുറേ മികവുകൾ, നമ്മുടെ വിദ്യാർത്ഥിയുടെ അഭിമാനമായ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഒന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക, അതാണ് റിപ്പോർട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുന്നായിട്ട് നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയപ്പോൾ നമ്മൾക്ക് എല്ലാവിധ പിന്തുണയും സഹായം ചെയ്തു തന്ന ഈ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാർ. കാരണം നമുക്ക് മുന്നിലുണ്ടായിരുന്ന വലിയൊരു പ്രയാസം എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ വിദ്യാഭ്യാസം ലഭ്യമാകാൻ ആവശ്യമായ മൊബൈൽ ഫോണുകൾ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെയ്തത് ഓരോ വാർഡിലും തീരില്ലാത്ത കുട്ടികളുടെ കണക്കുകൾ എടുത്ത് അവരുടെ കൃത്യമായ വിലാസം ബന്ധപ്പെട്ട വാർഡ് മെമ്പർമാരെ നേരിട്ട് വിളിച്ചറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അവരത് സ്വീകരിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കടന്നുവന്ന ബാങ്ക് പ്രസിഡന്റ് ഷൗക്കത്ത് മാഷ് പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് ആ ബാങ്കിൻ്റെ ഫണ്ടിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ കാര്യം വളരെ കൃതജ്ഞതയോടെ ഇവിടെ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സുഹൃത്ത് കരീം സാഹിബ്, ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷർഫ് മാഷ്, കടന്നമണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഷൗക്കത്ത് മാസ്റ്റർ, മാജി നിതിഷ, ഇവിടെ സദസ്സിലും സ്റ്റേജിലുമൊക്കെയായി ഉപവിഷ്ടരായിട്ടുള്ള PTA-യുടെയും SMC-യുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ പ്രതിനിധികളെ, നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ അറിയപ്പെടുന്ന LSS USS വിജയികൾ, അതോടൊപ്പം ഇന്നത്തെ ഈ ചടങ്ങിലെ ഒരു പുതുമണവാളനെ പോലെ ഇരിക്കുന്ന നമ്മുടെ സത്യൻ മാസ്റ്റർ, മറ്റു പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് നാം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ LSS-ഉം USS-ഉം പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുമായുള്ള ബന്ധം വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലായിരുന്നു പരീക്ഷ നടന്നിരുന്നത്. നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ഓൺലൈൻ വിദ്യാഭ്യാസം നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ട രീതിയിലുള്ള മുമ്പൊക്കെ കൊടുത്തിരുന്നത് പോലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അധ്യാപകർക്ക് കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിജയം നേടിയ വിദ്യാർത്ഥികൾ അതൊരു മികച്ച വിജയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ സുഹൃത്ത്, നമ്മുടെ മങ്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS റായി, വേദിയിൽ ഉപവിഷ്ടരായ എൻ്റെ സഹപ്രവർത്തകരും, ഈ സ്കൂളിലെ അധ്യാപകരുമായ ഷറഫും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, അതാണ് എൻ്റെ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പറായ ബിജിഷ മാജി, നേരത്തെ സ്വാഗതം ആശംസിച്ച നമ്മുടെ മങ്കട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് HM, ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധി കൂടിയായ റഹീമ ടീച്ചർ, മാനേജർ തന്നെയെന്ന് പറയും, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇപ്പോൾ കടന്നുവന്ന സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റും, ഈ സ്ഥാപനത്തിലെ റിട്ടയർഡ് അധ്യാപകരുമായ എൻ്റെ സുഹൃത്ത് ഷൗക്കത്ത് മാഷ്, ഡോക്ടർ KT ഷൗക്കത്ത് ഹുസൈൻ, ഈ പഞ്ചായത്ത് ഈ സ്ഥാപനത്തിലെ HM, സ്റ്റാഫ് സെക്രട്ടറി, PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഹമീദ്, പഴയ വൈസ് പ്രസിഡന്റാണ്, മറ്റ് പ്രധാന ഈ സ്ഥാപനത്തിലെ എൻ്റെ സുഹൃത്തുക്കളായ മുഴുവൻ അധ്യാപകന്മാരും, സർവോപരി
ഇന്നത്തെ ഈ യോഗത്തിലെ മുഖ്യ അതിഥികളിൽ പ്രമുഖനായ 36 വർഷത്തെ നീണ്ട സേവനത്തിന് ശേഷം ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുന്ന സത്യൻ മാസ്റ്റർ, ഓരോ വർഷവും ഇവിടെ LSSന്റെയും USSന്റെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ സന്തോഷകരമായ ഈ സാഹചര്യത്തിന് അഭിമാനമായ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ LSS USS അവാർഡ് ജേതാക്കളെ, രക്ഷിതാക്കളെ, മറ്റ് സ്ഥാപനത്തിലെ നല്ലവരായ അധ്യാപകന്മാരെ, അധ്യാപികമാരെ, നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായപ്പോൾ ബ്ലോക്കിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ചടങ്ങുകൾക്ക് ക്ഷണിക്കാറുണ്ട്, പോവാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സ്കൂളിൽ മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഓരോ വർഷവും ഇതിന്റെ LSSന്റെയും USSന്റെയും എണ്ണം വർദ്ധിക്കാറുണ്ടായ സാഹചര്യം നമുക്കറിയാം. മാനേജ്മെന്റ്, ഇവിടുത്തെ അധ്യാപകരും അവരുടെ കൂട്ടായ പരിശ്രമം, രക്ഷിതാക്കളും മാനേജ്മെന്റും അധ്യാപകരും. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സാധാ മാനേജ്മെന്റും അല്ല, ടീച്ചറെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം അവരുടെ പിതാവും മാതാവും ഒക്കെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി സ്ഥാപിച്ച ഈ സ്ഥാപനത്തിൽ നിന്ന് അവരുടെ ശിക്ഷണത്തിൽ വളർന്ന് ഉയരങ്ങളിലെത്തി കീഴടക്കിയ അത്തരം ദീർഘവീക്ഷണമുള്ള ദീർഘകാല വിദ്യാഭ്യാസത്തിൽ പരിചയവും എങ്ങനെ കുട്ടികളെ ഒക്കെ സംരക്ഷിക്കാമെന്ന് മംഗള ഹൈസ്കൂളിനെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം. ഞാൻ ടീച്ചർ കൂടെ PTA പ്രസിഡന്റ് കൂടിയായിരുന്നു. 3500-3500ഓളം കുട്ടികളെ യാതൊരു പ്രയാസം കൂടാതെ ആർക്കും ഒരു പരാതി ഇല്ലാതെ, പരാതി ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് പുരുഷന്മാരെക്കാൾ നല്ല കഴിവോട് കൂടി അവിടെ കാര്യങ്ങൾ നടത്തിയിരുന്ന ടീച്ചറെ. അപ്പൊ ഈ സ്ഥാപനമൊക്കെ വല്ല കൊണ്ടുനടക്കാൻ വളരെ പ്രയാസം കഴിയും എന്നുള്ളതിന് ഒരു തെളിവാണ്. ഇവിടുത്തെ അധ്യാപകരെ എങ്ങനെ നോക്കണമെന്ന് അവർക്കറിയാം, ദീർഘകാലം മെച്ചമായതാണ്. അപ്പൊ അതുകൊണ്ട് മാനേജ്മെന്റും നമ്മളെ മജീദ് സാഹിബ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടറാണ്, വ്യവസായ ഓഫീസറായിരുന്നത്, താലൂക്ക് വ്യവസായ ഓഫീസറായിരുന്നത് തന്നെ എനിക്ക് പരിചയമുണ്ട്. അവരും ഈ മാനേജ്മെന്റ് ഇപ്പോ ടീച്ചറാണെങ്കിലും അവരൊക്കെയാണല്ലോ ആളല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ മാനേജ്മെന്റിന്റെയും രക്ഷിത അധ്യാപകരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സ്ഥാപനത്തിന് ഈ വിദ്യാഭ്യാസ നിലവാരത്തിൽ നിന്ന് മാത്രമല്ല മറ്റു നിലവാരങ്ങളിലും കുട്ടികളുടെ കലാരംഗത്തും കായിക രംഗത്തും അവരുടെ സൃഷ്ടികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിലും സാഹിത്യ രംഗത്തും ഒക്കെ നല്ല മികവുറ്റ കുട്ടികളെ ഈ സബ് ജില്ലയിൽ തന്നെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ കഴിയുന്നത്. സാധാരണ മറ്റു സ്കൂളുകളിലൊക്കെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ ബിസിനസ്സുകാരായിരിക്കും, അല്ലെങ്കിൽ ഗൾഫാരായിരിക്കും, അവർക്ക് പഠനരംഗത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. എന്നിപ്പോ ഇവിടെ അധ്യാപകർ തന്നെ എന്തെങ്കിലും തെറ്റായ വില കൊടുത്താലും അതല്ല ശരി, നിങ്ങൾ പറഞ്ഞതല്ല ശരി എന്ന് പറയാനും തിരുത്താനും ഇതിന്റെ മാനേജ്മെന്റിന് കഴിവുണ്ട്. അതിന്റെയൊക്കെ ഗുണമാണ് നമുക്കിവിടെ കാണുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. നമ്മള് കുട്ടികളുടെ കാര്യമൊക്കെ അസ്കർ പഞ്ചായത്തിലെ കാര്യം പറയണ്ടായി. ഈ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇങ്ങനെ നമ്മുടെ പഞ്ചായത്ത് രാജ് 73-74 ഭരണഘടനാ ഭേദഗതി വഴി താഴെ തട്ടിലുള്ള ഭരണാധികാരികൾക്ക് ഇത്തരം സ്ഥാപനങ്ങളുടെ അധികാരം നിലവിൽ വന്നപ്പോൾ അതിന്റെ ഗുണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. LSSും USSും നേടുക മാത്രമല്ല, ഈ സർവീസ് മറ്റേ IASനും മറ്റുള്ളവരൊക്കെ കുട്ടികളെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള കോച്ചിങ്ങുകളൊക്കെയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ 3 പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ സ്കൂളുകൾ തമ്മിൽ മത്സരം, കായിക രംഗത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോച്ചിങ് ക്യാമ്പുകൾ, അങ്ങനെ എല്ലാ നിലയിലും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രഗത്ഭനായ ഊർജ്ജസ്വലനായ അസ്കറും ഒക്കെ ഉണ്ടായതുകൊണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളായതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തിലും ആരോഗ്യ രംഗത്തും ഒക്കെ വളരെയധികം ശ്രദ്ധ പതിക്കുന്നുണ്ട്. നിങ്ങൾ രക്ഷിതാക്കൾ വേണ്ടത് ഈ മാനേജ്മെന്റും ഈ പഞ്ചായത്ത് സംവിധാനം ചെയ്യുന്ന ഈ സേവനങ്ങളിൽ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. കഴിഞ്ഞ 2 വർഷമായി നമുക്ക് ഇതുപോലെ ഒത്തുകൂടാനോ ഇങ്ങനെ സംവദിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ശരിയായി വരികയാണ്. ഈ കോവിഡിൽ നിന്ന് നമ്മൾ മുക്തമായ ഉടൻ തന്നെ എല്ലാ സ്കൂളുകളും അതുപോലെ പരിപാടി സംഘടിപ്പിക്കുന്നു, അവരെ ആദരിക്കുന്നു, അനുമോദിക്കുന്നു. നേരത്തെ അസ്കർ സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും വിളിച്ചു വരുത്തിയിട്ടാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. കാരണം മറ്റുള്ള കുട്ടികൾക്കും ഇതൊരു പ്രചോദനമാവുകയും അടുത്ത വർഷമൊക്കെ നമുക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുകയും അതുവഴി ഇപ്പൊ നേരത്തെ പറയണ്ടായി ഈ അരവി സ്കൂളിലെ റിട്ടയർഡ് പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥിയാണെന്ന് അസിൽ പള്ളിയില നമ്മുടെ എല്ലാം അറിയപ്പെടുന്ന അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ, ഡോക്ടർമാരും എഞ്ചിനീയർമാരും, അങ്ങനെ നീണ്ട ഒരു ബഹുമതി രാഷ്ട്ര ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ വളരെ പ്രശസ്തരായ ആളുകളെ എല്ലാ രംഗത്തും പ്രശസ്തരായ ആളുകളെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വെറും ടൈലും പൈപ്പൊക്കെ ഇങ്ങനെ പോയാൽ മാത്രമേ ഇംഗ്ലീഷും മറ്റുമൊക്കെ കഴിയുള്ളൂ എന്നുള്ള ഒരു തെറ്റായ ധാരണ
നമ്മളെ ഈ പൈസയുടെ രക്ഷിതാക്കളുണ്ട്. അതൊന്നുമല്ല, അവിടുന്നൊക്കെ കിട്ടുന്ന അതിനേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നമ്മളെ ഈ അധ്യാപകർക്കും കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഈ രംഗത്ത് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം തന്നെ ആയിരിക്കണം. നമ്മൾ ആരായാലും നമ്മൾ കുറച്ച് കൂടുതൽ വിവരമോ അല്ലെങ്കിൽ കൂടുതൽ പണം ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിച്ച സ്ഥാപനങ്ങളും നമ്മുടെ പ്രാദേശിക സ്ഥാപനങ്ങളെയൊന്നും മറക്കാതെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് അത്ര നല്ല വിദ്യാഭ്യാസമൊക്കെ എന്ന് ഇവിടെ വരുന്ന രക്ഷിതാക്കളല്ല, വരാത്ത രക്ഷിതാക്കൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിലനിർത്തണം. ഇതിന്റെ ഉദ്ദേശം, സ്ഥാപിച്ചതിന്റെ ഉദ്ദേശമൊക്കെ കെ.ടി. മാഷും അദ്ദേഹത്തിന്റെ പ്രിയതമയും ഒക്കെ മുന്നിൽ നിന്നുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകളെ ഈ രംഗത്ത് അന്ന് അവർക്ക് സ്കൂളിലെ കാര്യം മാത്രമല്ലായിരുന്നു, പൊതുകാര്യങ്ങളൊക്കെ നോക്കേണ്ടി നാട്ടിലെ മൊത്തം കാര്യങ്ങളൊക്കെ നോക്കി വളർത്തി നമ്മുടെ നാടിനെ നമ്മളെ ഇതുപോലുള്ള നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള തോന്നലെങ്കിലും നമുക്ക് വരാൻ ഉതകുന്ന രീതിയിൽ അവരൊക്കെ ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ ഈ സ്ഥാപനമൊക്കെ വാർത്തെടുത്തത് ആ ഉദ്ദേശം നമ്മൾ അവരുടെ പിന്തുണക്കാരായ നമ്മൾ നിലനിർത്തി പോരുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. കൂടുതൽ പറഞ്ഞവർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു, കൂടുതലൊന്നും പറയുന്നില്ല. ഈ സന്തോഷകരമായ സാഹചര്യത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ യാത്രാ സമ്മേളനത്തിന്റെയും ഈ നമ്മുടെ പ്രതിഭകളെ ആദരിക്കുന്ന ഈ ചടങ്ങിന്റെയും ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. ജയ്. ആദര പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഈ വിദ്യാലയത്തിലെ അധ്യാപകനുമായ ശ്രീ ഷറഫുദ്ദീൻ സിറ്റി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ അലി, അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള എൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കരീമാക്ക്, മറ്റ് സ്റ്റേജിലിരിക്കുന്ന HM മാനേജർ അടക്കമുള്ള വ്യക്തിത്വങ്ങളെ, വിവിധ ജനപ്രതിനിധികൾ, അതിലുപരി ഇവിടെ ഇന്ന് നമ്മുടെ ഈ യോഗം വിളിക്കുന്നതിന് കാരണമായിട്ടുള്ള LSS, USS മത്സര പരീക്ഷകളിൽ വിജയിച്ചിട്ടുള്ള പ്രതിഭകളെ, അവരുടെ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, നമുക്കറിയാം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ. അതിലൊന്ന് നമ്മുടെ ഈ അവാർഡ് എന്നുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാമായിട്ടുള്ള ഫാത്തിമ ടീച്ചറുടെ പേരിലുള്ള ഒരു അവാർഡാണ് എന്നുള്ളത് തന്നെയാണ്. ആ അവാർഡിന് കരസ്ഥമായിട്ടുള്ള കുട്ടികൾ നമുക്കറിയാം വളരെയധികം പ്രയാസപ്പെട്ട് ഒരു മത്സര പരീക്ഷയെ നേരിട്ടവരാണ് ഇവർ. കോവിഡ് കാലഘട്ടത്തിൽ ഈ LSS നേടിയിട്ടുള്ള കുട്ടികൾ 2ാം ക്ലാസ് അവസാനത്തിൽ സ്കൂളിൽ നിന്നും പോയിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ USS നേടിയിട്ടുള്ള കുട്ടികൾ 5ാം ക്ലാസ്സിന്റെ അവസാനത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും പോയിട്ട് പിന്നീട് അവര് 1 വർഷത്തോളം അതല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓൺലൈൻ പരീക്ഷ ക്ലാസ്സുകളിലൂടെയാണ് ക്ലാസ്സുകൾ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ 4ാം ക്ലാസ്സിലെത്തുമ്പോൾ നമ്മുടെ ഈ കുട്ടികളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ 4ാം ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിലും LSS-ലും അതുപോലെ തന്നെ USS-ലും പരീക്ഷ എഴുതാനായിട്ടുള്ള കുട്ടികളെ നമ്മളെ ഓൺലൈൻ ക്ലാസ്സിന്റെ ബേസിൽ കണ്ടെത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രയാസം എന്നുള്ളത് നല്ല കഴിവുള്ള കുട്ടികളുണ്ട്, അവർക്ക് 1 മാസമെങ്കിലും നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതിന്റെ ഒക്കെ ഭാഗമായിക്കൊണ്ട് തന്നെ പിന്നീട് ആ പരീക്ഷ നീട്ടുകയും എന്നാൽ ക്ലാസ് പുതുതായി തുറന്നതിന് ശേഷം പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി ചുരുങ്ങിയ സമയം ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്തു. സത്യൻ മാസ്റ്റർക്ക് മാനേജ്മെന്റ് നൽകുന്ന ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ K.T. ഷൗക്കത്ത് ഹുസൈൻ മാസ്റ്ററെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സത്യൻ മാഷയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
വിദ്യാർത്ഥിനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്ന് നമ്മളിവിടെ ഒരു വേദിയിൽ കൂടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ LSS USS വിജയികൾക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സത്യമാഷിൻ്റെ യാത്രയപ്പ് കൂടിയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു 2-3 പാട്ടുകളൊക്കെ പാടിത്തരാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ പാട്ട് ഇഷ്ടമായാൽ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യണം.
ഈ വർഷം LSS USS നേടിയ നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാനമായ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. LSS USS നേടിയ വിദ്യാർത്ഥികൾ എല്ലാവരും വേദിയിലേക്ക് വരിക. ആദ്യമായി അവാർഡ് ഏറ്റുവാങ്ങുന്നത് LSS നേടിയ ജഹാന പി, കടൽമണ്ണ സർവീസ് ബാങ്ക് പ്രസിഡന്റ് ഷൗക്കത്തുൽ മാസ്റ്ററാണ്. റിയ ഫാത്തിമ VP, മയൂഖ ഉപഹാരം സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TN കരീം. അത് നൈക ദാസ്, ഹാദിയ VP, മംഗള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഉപഹാരം സമർപ്പിക്കുന്നു. ശ്രീ അശ്വിനി, അടുത്തതായി ദീപിക കൃഷ്ണയും ഉപഹാരം സമർപ്പിക്കുന്നത് മാജിദ് വാഫി. അൽതാഫ് തൻസീർ, അടുത്തത് വേദിയിൽ USS വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. യുസ്ര P, ഫാത്തിമ മീൻഷാസി, അടുത്തത് ശ്രേയ ഉപഹാരം നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷറഫുദ്ദീൻ മാസ്റ്റർ. അടുത്തത് അസഫിയ. അടുത്തത് ഷിഹാബി, ഉപഹാരം സമർപ്പിക്കുന്നത് സ്കൂൾ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് ബഷീർ മാസ്റ്റർ. ഷഹാന ശരൺ AP, സ്കൂൾ മാനേജർ റഹീമ ബീഗം ഉപഹാര സമർപ്പണം നടത്തുന്നു. അടുത്തത് ഫഹുമാക്ക് ഉപഹാരം സമർപ്പിക്കുന്നത് ഡോക്ടർ KT ഷൗക്കത്ത് മാസ്റ്റർ. ഉപഹാരം സമർപ്പിക്കുന്നത് KT അബ്ദുൽ മജീദ് സാർ.
അടുത്തതായി വേദിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കുട്ടരങ്ങാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാജിദ് വാഫിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്കർ സാഹിബ്, നമ്മുടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ കരീം സാഹിബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സർഫ് മാസ്റ്റർ, വാർഡ് മെമ്പർ ജയശ്രീ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള നാട്ടുകാരെ, വിദ്യാർത്ഥികളെ കൂടുതലായി ഒന്നും പറയുന്നില്ല. വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നിങ്ങളുള്ളത്. എന്നാൽ ആത്മബന്ധത്തിന്റെ ചെറിയ സങ്കടവും നിറഞ്ഞ ഒരു സദസ്സാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മാഷ് ഇന്ന ദിവസം മുതൽ ഈ സ്ഥാപനത്തിൽ നിന്നും ഔദ്യോഗികമായ ജോലി നിർത്തി വിടവാങ്ങുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് അറിവ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. മാതാ, പിത, ഗുരു, ദൈവം എന്നാണ് പറയാറുള്ളത്. കുട്ടി ജനിച്ചത് മുതൽ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് പ്രാഥമിക പാഠങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം പിന്നെ അക്ഷര ലോകത്തേക്ക് അല്ലെങ്കിൽ ഭൂമിയെ കുറിച്ച്, ലോകത്തെ കുറിച്ച്, എന്റെ ചുറ്റുപാടിനെ കുറിച്ച് പഠിക്കുന്നത് നല്ലൊരു ശതമാനം പഠിക്കാൻ പോകുന്ന അധ്യാപകരിൽ നിന്നോ വിദ്യാലയങ്ങളിൽ നിന്നും സ്വന്തം കലാലയങ്ങളിൽ നിന്നൊക്കെയാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കളെ പോലെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ കാണുകയും അവരെ നന്നായി സാക്ഷിക്കുകയും നന്നായി ഉപദേശിക്കുകയും സ്നേഹത്തോടെ തലോടുകയും ഒക്കെ ചെയ്യുന്നത്, തന്നിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ സമൂഹത്തിന് പകർന്നു കൊടുക്കുക എന്ന ഒരു ഉത്തമ ബോധ്യത്തോടു കൂടെയാണ് ചെയ്യുന്നത്. കൊടുക്കുന്തോറും ഏറിടുന്ന ഒരേ ഒരു വസ്തുവാണ് ലോകത്തുള്ളത്, അത് അറിവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്നും എക്കാലത്തും എപ്പോഴും സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഗുരുനാഥന്മാർ. പ്രിയമുള്ള വിദ്യാർത്ഥികളോട് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്, അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഗുരുത്വവും പൊരുത്തവും നേടുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ പ്രാഥമിക അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായി നാം കരസ്ഥമാക്കേണ്ടത്. അറിവ് പകരുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ അറിവ് പഠിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ അദബ് പഠിക്കണമെന്നാണ് സാധാരണ പറയാറുള്ളത്. കാരണം നമ്മൾ അച്ചടക്കത്തോടു കൂടിയും സംസ്കാരബോധത്തോടു കൂടിയും സമൂഹത്തിൽ ജീവിക്കുമ്പോഴേ നമുക്ക് ആളുകൾക്കിടയിൽ നല്ല വിലയും മൂല്യവും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് രണ്ടും തത്വത്തിൽ ഇന്ന് നാം ഒരുമിച്ച് കൂടിയത് ബഹുമാനായ സാറിന്റെ വിടവാങ്ങലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി പൊതുജനത്തിന് ഉപകാരം കിട്ടുന്ന നിലയിൽ ഒരു പൊതുസേവനത്തിൽ അദ്ദേഹത്തിന് നല്ല ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ LSS USS വിജയികളായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും വിജയാശംസകൾ നേരുന്നു, അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് വിജയിക്കാൻ സാധിക്കാത്തവർ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നിലുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴേ മുന്നിലുള്ളവർ വിജയികളാവുകയുള്ളൂ. ഇനിയും അവസരങ്ങൾ വരും. പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് എന്നാണ് പറയാറുള്ളത്. ഒരു പരീക്ഷയിൽ പരാജയപ്പെടുക എന്നുള്ളത് ഒരു സത്യത്തിൽ ഇല്ല. നമുക്ക് വീണ്ടും പരിശ്രമിക്കാൻ അവസരവും അതിനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നാം എവിടെയും പരാജയപ്പെടാൻ പോകുന്നില്ല. അതിന് അവസരങ്ങൾ ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളായ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് അധ്യാപകരെക്കാളും മറ്റാളുകളെക്കാളും സ്വന്തം മാതാപിതാക്കളാണ് എന്നുള്ളത്. അടുത്തതായി വേദിയിൽ ആശംസ ഭാഷണം നിർവഹിക്കുകയാണ് ഒന്നാംഘട്ട കടന്നുവന്ന സർവീസ് സംഘടന ബാങ്ക് പ്രസിഡന്റ് ശ്രീ ഷൗക്കത്ത് മിനിസ്റ്റർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അധ്യക്ഷനും ഉദ്ഘാടകനൊക്കെ പറഞ്ഞു പോയി. വേദിയിലെ 18ാം വാർഡ് മെമ്പർ, നമ്മുടെ സ്കൂളിൽ നിൽക്കുന്ന വാർഡിന്റെ മെമ്പർ വിജിഷ, സാങ്കേതികമായി നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിലും ഈ സ്കൂളിന്റെ പരിധിയിൽപ്പെട്ട ജനപ്രതിനിധിയാണ് മാജി, വേദിയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, സത്യമാഷാണ് ഇന്ന് സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ്. അതേപോലെ നമ്മുടെ സ്കൂളിന്റെ ഈ സ്ഥാപനത്തിന്റെ അഭിമാനമായി മാറിയ LSS USS വിജയികളായ വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഇവിടെ കുറെ പ്രസംഗങ്ങൾ കഴിഞ്ഞു. ഇനിയൊരു പ്രസക്തിയില്ല. ഞാൻ കുറെ പ്രസംഗിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്നിരുന്നാലും ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഇതിലെ നടക്കുന്ന സത്യമാഷയുടെ സ്കൂളിലെ അധ്യാപകനാണ്. ഞാൻ റിട്ടയർ ചെയ്ത് 2 വർഷം കഴിഞ്ഞു. സത്യമാഷ ഇപ്പോഴാണ് റിട്ടയർ ചെയ്യുന്നത്. എന്തായിരുന്നാലും ഇത്രയും കാലം അധ്യാപക ജോലിയിൽ നിൽക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അദ്ദേഹത്തെ പോലെ നമുക്കുണ്ട്. കാരണം 36 വർഷം സർവീസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതിലേക്ക് പോകുന്നില്ല. എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം വളരെ നല്ല നിലയിൽ ഇവിടെ 36 വർഷം നിർവഹിച്ചു. മാത്രമല്ല അതോടൊപ്പം തന്നെ അദ്ദേഹം പൊതുരംഗത്തും വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു, ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിരമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോയാൽ ടിവിന്റെ മുമ്പിൽ ഇരുന്ന് അസുഖം വരുത്തും എന്ന് ആർക്കും പ്രതീക്ഷിക്കേണ്ട. സത്യമാഷ് ഇതുപോലെ ഇനിയും ഇവിടെ തുടർന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ആരോഗ്യം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ USS LSS ഒക്കെ നേടിയ വിദ്യാർത്ഥികൾക്ക് തുടർന്നുള്ള പരീക്ഷകളിലും അതിനുള്ള ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള കഴിവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി ചെറിയ മാർക്ക് കൊണ്ട് മാത്രം വ്യത്യാസം വന്നാൽ അവർക്കാണ് കൂടുതൽ അവസരങ്ങൾ വരിക. കാരണം അവർക്ക് ഇനിയൊരു പ്രതീക്ഷ ഉണ്ട്, കിട്ടണം എന്നുള്ളൊരു മത്സര പ്രതീക്ഷയോടെ ഉണ്ട്. അതുകൊണ്ട് അവര് തുടർന്ന് മുന്നോട്ട് വരുമെന്ന് നമുക്ക് ഉറപ്പാണ്. അതിനും അവരെ ആശംസിക്കുകയാണ്. പിന്നെ നമ്മള് ഇവിടെ അവാർഡ് നൽകി പത്മ ടീച്ചറുടെ പേരിലാണ്. ടീച്ചറ് ഇവിടെ സ്കൂളില് ടീച്ചറായിട്ടും ഹെഡ്മിസ്ട്രസ്സായിട്ടും മാനേജറായിട്ടൊക്കെ പ്രവർത്തിച്ചാണ്. ഈ നാടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാലത്ത് തീരെ എഴുത്തും വായനയും പോലും അറിയാത്തൊരു പ്രദേശമായിരുന്നു ഇവിടെ ടീച്ചറായാലും മാഷായിരുന്നാലും KT മാഷായിരുന്നാലും ടീച്ചറായിരുന്നു. ഇവിടെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരം അവരാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവര് നമ്മളെ ഈ അവസരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതേ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ടീച്ചറെ പണ്ട് മുതൽ തന്നെ ആ സ്കൂളിൽ വരുന്ന സമയത്ത് എനിക്കൊരു ടീച്ചർ എന്നതിലുപരി ടീച്ചർക്ക് എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന, ഇപ്പോൾ മാഷ് അഭിമാഷകർക്കൊക്കെ കൊടുക്കുന്ന അതേ നല്ല ഉപദേശങ്ങൾ നൽകിയിരുന്ന ഒരാളായിരുന്നു ടീച്ചർ. ഒരു അധ്യാപിക മാത്രമായിട്ടല്ല. കാരണം എന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. അപ്പൊ ടീച്ചർ പല സമയങ്ങളിൽ ഉപദേശിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ആളുകൂടിയായിരുന്നു. അവരുടെ പേരിൽ അവാർഡ് പറയാനുള്ള ഇത് കുറച്ചുകൂടെ വിപുലാക്കിയിട്ട് നൽകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ബാങ്കിന്റെ കാര്യം ഒന്ന് പറയണം. ഞങ്ങളിപ്പോ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒക്കെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള പ്രയാസം നിങ്ങൾ പത്രത്തിൽ നമ്മളെ കണ്ടിട്ടുണ്ടാവും. ടവറില്ലാത്തതുകൊണ്ട് മലയിലുള്ള കുട്ടികൾ പ്രയാസപ്പെട്ടിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ ഫോണില്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ബാങ്ക് 10-30 പേർക്ക് സൗജന്യമായിട്ട് ബാങ്ക് കൊടുത്തു 20,000. അതുപോലെ 125ഓളം പേർക്ക് 20,000 രൂപ വീതം പലിശയില്ലാതെ ഫോൺ വാങ്ങാനുള്ള പൈസ ഞങ്ങൾ നൽകി. വിദ്യാഭ്യാസ രംഗത്ത് ഇനി അതിനേക്കാളൊരു പ്രധാനപ്പെട്ട പറയുന്നത്, കാരണം ഞാൻ പ്രസിഡന്റായ ഒരു സാഹചര്യത്തിലൂടെ ആയതുകൊണ്ട് എനിക്ക് പറയാൻ വളരെയധികം സന്തോഷമുണ്ട്. മകളുടെ സ്കൂളിലെ ടീച്ചർ ആവശ്യപ്പെട്ടനുസരിച്ച് കടന്നു വന്ന ഒരു കുടുംബമുണ്ട്.
അവർക്ക് വീടിന് വാതിലൊന്നുമില്ല. എങ്ങനെ പഞ്ചായത്ത് എന്നോ നൽകിയത് കൊണ്ട് വീടിന്റെ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ, വാതിലൊന്നുമില്ല. മറ്റു സൗകര്യങ്ങളുള്ള ടീച്ചർ ആവശ്യം 8ാം ക്ലാസ്സിലെ കുട്ടിയാണ്. വളരെ പ്രയാസപ്പെട്ടൊരു കുടുംബമാണ്, SC കുടുംബമായിരുന്നു. ഞങ്ങള് റാങ്ക് ചെയ്തത് ഒരു ടെലിവിഷൻ വാങ്ങിക്കൊടുത്തപ്പോ വീടിന് കറണ്ടില്ല. അപ്പൊ കറണ്ട് കിട്ടണമെങ്കിൽ വീടിന് നമ്പർ വേണമെന്നാണ്. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് വീടിന്റെ നമ്പർ വാങ്ങി കൊടുത്തു. എന്നിട്ട് കറണ്ട് കണക്ഷൻ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. ടെലിവിഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റി. അതുപോലെ വീടിന് ജനലും വാതിലും അതും വെച്ചു കൊടുത്തു. അത്രയും വിദ്യാഭ്യാസ രംഗത്ത് ബാങ്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും അത് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇനി അത് മുന്നോട്ട് ഇതിൽ കൂടുതൽ ചെയ്യാനാണ്. ഇപ്പൊ ഇന്ന് ഞങ്ങൾ ബോർഡ് മീറ്റിംഗിലും തീരുമാനം ഈ വെക്കേഷനിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാനുള്ള തീരുമാനം എടുത്തു. അത് 8, 9 ആദ്യം പറഞ്ഞിട്ടുള്ള ഇനി അടുത്ത മീറ്റിംഗിലൊക്കെ ആയിട്ട് ബാക്കിയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകാനുള്ള സൗകര്യം ഏർപ്പെടുത്തും. ഇതാണ് ബാങ്കിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഇന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പൊതുവെയുള്ള കായിക രംഗത്തിൽ യുവാക്കൾ ടർഫ് പണി പഠിച്ച് തുടങ്ങാൻ പോവുകയാണ്. പിന്നെ നീതി മെഡിക്കൽ സെന്റർ ബാങ്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഇവരെ 2 ഡോക്ടർമാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പെട്രോൾ പമ്പ് പാസ്സായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറെ പുരോഗമന പ്രവർത്തനം ഇതിൻ്റെ ഇടയിൽ ഉണ്ട്. അതിൻ്റെ ഇടയിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങളെ ഒട്ടും പിന്നോട്ട് പോകാതെ കൂടുതൽ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതിനെല്ലാവരും പിന്തുണയും വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും. എനിക്കാകെ പറയാനുള്ളത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ LSS USS കിട്ടി നമ്മളുടെ മക്കൾക്ക്. കിട്ടിയത് പെൺകുട്ടികൾക്കാണ് കിട്ടിയത്. അത് ഞാൻ പ്രത്യേകം നോക്കി എടുത്തൊരു കാര്യം തന്നെയാണ്. കാരണം അത് അഭിമാനത്തോട് കൂടിയിട്ട് വേദിയിൽ നിന്ന് പറയുകയും കൂടിയാണ്. പെൺകുട്ടികൾ എന്ന് പറയുന്ന ആൺകുട്ടികൾ പഠിക്കാത്തത് കൊണ്ടല്ല കേട്ടോ. നമ്മളുടെ ഈ ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ആൺകുട്ടികൾ കുറച്ച് മടി കാണിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ആ കുട്ടികൾ ബാക്കിലേക്ക് പോയിട്ടുണ്ടാവുക. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാൻ നല്ല അഭിമാനമുണ്ട്. പക്ഷെ നമ്മളുടെ വാടി ഇപ്പൊ നടക്കുന്ന ഏറ്റവും വലിയ, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രൂരമായ, രക്ഷിതാക്കൾ ചെയ്യുന്ന ഒരു ക്രൂരമായ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെ പഠിച്ച് ഫുൾ A+ വാങ്ങി +2 ഫുൾ A+ ആവും കുട്ടിക്ക്. അത് കഴിയുന്നതോട് കൂടിയിട്ട് വിവാഹ മാർക്കറ്റിൽ വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കുട്ടി അടുക്കളയിലേക്ക് പോവുക ചെയ്യുന്നത്. അവരൊരു രക്ഷിതാക്കൾ ചെയ്യുന്ന ക്രൂരമായ പ്രവൃത്തി നിർത്തി ഈ കുട്ടികൾക്ക് ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഇരുത്താനുള്ള അശ്വിന്റെ വാപ്പ കൊടുക്കുന്ന സപ്പോർട്ട് പോലെ നമ്മളുടെ രക്ഷിതാക്കൾ എല്ലാ കുട്ടികൾക്കും ആ സപ്പോർട്ട് കൊടുത്ത് ആ കുട്ടികളെ ആദ്യം ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഇരുത്തിയിട്ട് ആ കുട്ടികളെ വിവാഹ മാർക്കറ്റിംഗിലേക്ക് ഇറക്കുക എന്നുള്ളത് ചെയ്യുക. ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നത്. വിവാഹ കമ്പോളത്തിലേക്ക് നമ്മൾ ഇറക്കി വിൽക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളെ. അത് നിർത്തി പെൺകുട്ടികളെ നിർത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് രക്ഷിതാക്കളോട്. അടുത്തതായി വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക അസിൻ നമുക്ക് വേണ്ടി ഒരു ഗാനം കൂടി ആലപിക്കുകയാണ്. ബാക്കി ചടങ്ങുകൾക്ക് ശേഷം തുടരും. I
ഇവിടെ LSS USS കിട്ടിയ വിദ്യാർത്ഥികളുടെ അവർ നേടിയിരുന്ന സംഗതിയെ കുറിച്ച് വളരെ വിശദമായി അധ്യക്ഷന്റെ പ്രസംഗത്തിൽ അതിന്റെ നേട്ടങ്ങളും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഇവിടെ വിവരിക്കുകയുണ്ടായി. ആദ്യമായി LSS USS കിട്ടിയ കുട്ടികളെ അവരെ വളരെ പ്രാധാന്യത്തോടെ തന്നെ അഭിനന്ദിക്കുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കളെയും ഇവിടുത്തെ അധ്യാപകന്മാരെയും വളരെ പ്രാധാന്യപൂർവ്വം ഇവിടെ പറയുകയാണ്. ബഹുമാന്യരായ ഹെഡ് മാസ്റ്റർ, സ്നേഹമുള്ള വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹപ്രവർത്തകരെ, സത്യത്തില് ഒരു നിറഞ്ഞു നിന്ന് എൻ്റെ മക്കളെ മുന്നിൽ കണ്ട് സംസാരിക്കേണ്ട സന്ദർഭം നഷ്ടപ്പെട്ടു. അതിലെ വേദന ഞാൻ സ്വയം കടിച്ചമർത്തുകയാണ്. അവരെ മുന്നിൽ വെച്ച് പറയേണ്ടുന്ന അവരുടെ മുഖം അത് പറയുമ്പോഴും വായിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എനിവേ, നമുക്കിപ്പോൾ വെറുമൊരു ശൂന്യമായ 4 കസേരയുണ്ട്. എൻ്റെ പ്രിയ അധ്യാപകരുണ്ട്. എന്തായാലും നമ്മൾ ആ മാനേജ്മെന്റ് പ്രതിനിധികൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷമാണ് അതിൻ്റെ കൂടെയുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഇവിടെ നമ്മളെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുൻ പ്രധാന അധ്യാപികയും നമ്മുടെ മാനേജറുമായിരുന്ന ശ്രീമതി പാത്തുമ്മ ടീച്ചറുടെ സ്മരണാർത്ഥം ഇവിടെ നൽകിയ നമ്മുടെ LSS USS മക്കൾക്കുള്ള അവർക്കുള്ള ഉപഹാരം, അതോടൊപ്പം നമ്മുടെ സത്യൻ മാഷിനെ കുറിച്ച് ഇനി ഞാൻ കൂടുതൽ പറയുകയോ കൂടുതൽ ആശംസിക്കുകയോ ചെയ്യേണ്ടതില്ല. എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തതാണ്. ആ മാഷിന്റെ ഒരു സാന്നിധ്യമായിരുന്നു ഈ നിറഞ്ഞു നിന്ന് നമ്മുടെ നേരത്തെ കണ്ട നമ്മുടെ USS കുട്ടികൾക്ക് ഒരു പ്രചോദനമായതിന്റെ ഒരു കണ്ണി, നല്ലൊരു അധ്വാനം അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ മക്കൾക്ക് അത് പറയുമ്പോൾ ഉണ്ടാകുന്ന വികാരം അത് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പ്രസിഡന്റും PTA മെമ്പറുമായ ശ്രീ ഷാബു ഖാനെ അതിന് പൂർവ്വം ക്ഷണിക്കുന്നു. 34 കൊല്ലം സർവീസിലുണ്ടായിരുന്ന പെരിഞ്ഞു നിന്ന് പടിയിറങ്ങാൻ ഏതാനും നിമിഷങ്ങളുള്ളൂ. അപ്പോൾ കൊറോണ കാലത്ത് പെരുമാഷുകളുണ്ട്, പിന്നെ സത്യമാഷുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ സത്യമാഷയ്ക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം നല്ലത് കൊടുക്കട്ടെ എന്ന് ആത്മീയമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ പുരുഷരായ വിശിഷ്ട അതിഥികളെ, ഈ ചടങ്ങില് പറയേണ്ടതും കേൾക്കേണ്ടതുമായ എല്ലാ കാര്യങ്ങളും മുൻ പ്രസംഗകർ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രസംഗത്തിന്റെ ആവശ്യം ഒട്ടും തന്നെ ഇല്ല. ഇന്ന് LSS USS വിജയികൾക്കുള്ള മുൻ മാനേജറും പ്രധാനാധ്യാപികയുമായിരുന്ന പാത്തുമ്മ ടീച്ചറുടെ സ്മരണാർത്ഥമുള്ള അവാർഡ്, അതുപോലെ അതിൻ്റെ കൂടെ ചെറിയൊരു ക്യാഷ് അവാർഡ് നമ്മൾ വിതരണം ചെയ്തു. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ അതിലുപരിയായി പ്രിയപ്പെട്ട സത്യൻ മാഷ് അദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്നുള്ള വിരാമമാണ്. ഞാൻ ഈ വെള്ളിര ഗ്രാമവുമായി ബന്ധപ്പെട്ട സമയത്ത് അന്ന് ഇവിടെ ഊർജ്ജസ്വലനായ ഏറ്റവും യുവാവായ സത്യൻ മാഷെ കാണുന്നു. ഇന്ന് ഇവിടെ അധ്യക്ഷനും അതുപോലെയുള്ള പ്രാസംഗികരൊക്കെ പറഞ്ഞതുപോലെ ഇന്ന് യുവാവായിക്കൊണ്ട് തന്നെ അദ്ദേഹം സർവീസിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ എല്ലാവരും ആശംസിച്ചതുപോലെ സർവീസിന്റെ വിരാമം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിന്റെ തുടക്കം ആകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനെ പറ്റി പേടിയുള്ള ആളല്ല ഞാൻ. ഇവിടെ കൂടിയിരിക്കുന്ന പല്ലുകാരും ശോഭിത മാഷൊക്കെ അവിടെ ഉണ്ട്. ഞാനും റിട്ടയർ ചെയ്താണ്. ഞാനൊരു 3 വർഷത്തിലധികമായിട്ട് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് റിട്ടയർമെന്റ് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് 2-3 പ്ലാനിങ്ങനെ നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രയാസം കുറഞ്ഞത് എന്ന് വിചാരിച്ച ഒരു ജോലി ഞാൻ ഏറ്റെടുത്താണ്. പക്ഷെ ആ ജോലി കാരണം ഇന്ന് എനിക്ക് മറ്റൊന്നും സൗകര്യമില്ല. കുറച്ച് സാമ്പത്തിക സൗകര്യം, മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ വേറെ ഒരു റിട്ടയർമെന്റ് ആഘോഷിക്കാൻ സൗകര്യം ഉണ്ടായിട്ടില്ല.
അതുകൊണ്ട് ഗുണങ്ങളും ധാരാളമുണ്ട്. സത്യമാഷക്ക് അതുപോലെ വേറെ ജോലികളൊക്കെ വേണമെങ്കിൽ ഏർപ്പെടാം, സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടാം, നല്ല വായന, നല്ല ഒരു പൊതുപ്രവർത്തനം ഒക്കെ നടത്താനുള്ളൊരു ബാല്യം അദ്ദേഹത്തിനുണ്ട്. ഇങ്ങനെ ഒരുപാട് വഴികൾ, ഒരുപാട് ചോയ്സ് മുന്നിൽ തുറന്നു കിട്ടുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന് അതിന് ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള അസിൻ വെള്ളിയ, ആ കുട്ടിയെ കുറെ കൂടെ അവരൊരു സെലിബ്രിറ്റി ആയിട്ടാണ് ഇപ്പോൾ നമ്മളെ പൊതു സമൂഹം തന്നെ കണക്കിലെടുക്കുന്നത്. അവർക്ക് അവരുടെ വിദ്യാലയമാണ് വെള്ളില MA UP സ്കൂൾ എന്ന നിലയിലാണ് പലയിടത്തും. ആ അസിൻ വെള്ളിലയുടെ സ്കൂളാണ് വെള്ളില MA UP സ്കൂൾ. എൻ്റെ ഭാര്യയ്ക്ക് അംഗമായിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റി സ്കൂൾ എന്ന അഭിമാനത്തോടു കൂടി ഞാൻ പറയാറുണ്ട്. അവരുടെ ഓരോ പോസ്റ്റുകൾ, അവരുടെ പുതിയ പുതിയ ഗാനങ്ങൾ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചൊക്കെ അവർ പാടിയിട്ടുള്ള മധുരതരമായ അർത്ഥവത്തായ കുറെ ഗാനങ്ങൾ സംസ്ഥാനത്തുടനീളം ആളുകൾ കേട്ടും ആസ്വദിച്ചും ഇരിക്കുകയാണ്. ഇതെല്ലാം പാടിയിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ കുട്ടിയാണ്, അസിൻ വെള്ളിതയാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാനുള്ള അവസരം അവർ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുട്ടിക്കും അദ്ദേഹത്തിന് അവർക്ക് ഇതിന് അവസരം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വന്യപിതാവ്, കുടുംബം, മറ്റംഗങ്ങൾ, ഈ സ്കൂളിലെ അധ്യാപകർ, അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാർ, എല്ലാവരും അവരുടെ ഈ നേട്ടത്തിന്റെ പിന്നിലുള്ള ശക്തിയാണ്. അവർക്ക് എല്ലാവർക്കും പ്രത്യേകമായി നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ വേദിയിൽ ഞാൻ ഇരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയും മാനേജറുമായിരുന്ന ഫാത്തിമ ടീച്ചറെ സ്മരിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നേരത്തെ സന്നിഹിതരായിരുന്ന എനിക്ക് മുമ്പ് സംസാരിച്ച ഈ പഞ്ചായത്തിലെ, ഈ ബ്ലോക്കിലെയും വളരെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇങ്ങനെ ഒരു ആദരവ് നൽകിയതിന് അതിന്റെ സംഘാടകരെ ആദ്യമേ തന്നെ എന്റെ സന്തോഷം അറിയിക്കുകയാണ്. മാത്രവുമല്ല, ഈ വിദ്യാലയത്തിലെ അഭിമാനഭാചനങ്ങളായ, ഈ വിദ്യാലയത്തിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അവരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു ആദരവ് നൽകിയതിന് ഉള്ള അഭിമാനവും സന്തോഷവും ഒന്നുകൂടി പറയുകയാണ്. വെള്ളിലയിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വെള്ളിലെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവരെ മിടുക്കരായ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ അവരെ എല്ലാ കാര്യത്തിനും പരിഗണിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ വിദ്യാലയത്തിന് വിരമിക്കുന്നത്. ഈ വിദ്യാലയം ഇനിയും കൂടുതൽ നല്ല ഉയരങ്ങളിലേക്ക് വരും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, മാനേജ്മെന്റും അധ്യാപകരും ഒക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും വിദ്യാലയത്തിന്റെ ഉയർച്ച എന്ന രീതിയിൽ വരുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി ആത്മാർത്ഥമായി അതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരുന്ന ഒരു കാഴ്ച, അത് രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെന്റും വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇപ്പോ റഹീമ ടീച്ചർ ഒരു ഹൈസ്കൂൾ പ്രധാനാധ്യാപികയായി പിരിഞ്ഞ് കഴിതെളിച്ചിട്ടുള്ള ടീച്ചർ ഇവിടെ കൂടി മുഴുവൻ സമയ ഈ മാനേജ്മെന്റ് എന്ന രീതിയിൽ മറ്റ് മജീദ് സാറ്, അതുപോലെ തന്നെ ഷഫ്ഖ് മാഷ്, അങ്ങനെ മാനേജ്മെന്റിന്റെ എല്ലാ ആളുകളും തന്നെ കുറെ കൂടി വളരെ നല്ല രീതിയിൽ ഈ വിദ്യാലയം കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം അധ്യാപകരോട് കൂടി ആലോചിക്കുന്നതിനുമൊക്കെ തയ്യാറായിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആണ് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ
യോഗത്തിൽ ഇത്തരത്തിലൊരു പിന്നെ ആദരവ് നൽകിയതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ഗാനം ആലപിച്ച അസംബ്ലിയിലേക്ക് മാനേജ്മെന്റിന്റെ ഒരു സ്നേഹോപഹാരം കൈമാറുകയാണ്. നമ്മള് പല ചടങ്ങുകൾ വെച്ചും അതിനെ ആദരിച്ചിട്ടുണ്ട്, മൊമെന്റോകളൊക്കെ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് ഒരു സ്നേഹാദരം കൈമാറുന്നു. പിതാവിനെ കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ എല്ലാം അഭിമാനമായി കേരളത്തിലെ വിവിധ വേദികളിൽ നിരവധി ഗാനങ്ങൾ ആരംഭിച്ച അസിന് വെള്ളില MAU സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ വക പ്രത്യേക ഉപഹാരം ഷൗക്കത്ത് മാസ്റ്റർ കൈമാറുന്നു. നന്ദി അറിയിക്കുന്നതിന് വേണ്ടി മൊയ്തുട്ടി മാസ്റ്റർ ആദരവോടും ക്ഷണിച്ചു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കണം. അതുപോലെ വാസുമ ടീച്ചറുടെ നാമത്തിലാണ് ഈ അവാർഡ് ഏർപ്പെടുത്തുന്നത്. ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ്. കാരണം ഈ വെള്ളിലയുടെ ഇരുണ്ട യുഗത്തിൽ നിന്ന് ഇതുപോലെ വെള്ളിലയെ മാറ്റിമറിക്കാൻ അവരുടെ ജീവിതം തന്നെ അതിനുവേണ്ടി ഒഴുകി വെച്ചവരാണ്. അതുപോലെ അവർക്ക് അവരുടെ സ്മരണാർത്ഥം നടത്തുന്ന ഈ അവാർഡ് ഇവിടുത്തെ പ്രതിഭകളെ ആദരിക്കുന്നതിൽ ഏറ്റവും യോജിച്ചതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മാനേജ്മെന്റും സ്റ്റാഫും ഒറ്റക്കെട്ടായി നിന്ന് ഈ സ്കൂളിനെ നല്ലൊരു വിദ്യാലയമാക്കി മാറ്റാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഗായികയുടെ പേരിലാണ് ഇപ്പോൾ നമ്മുടെ സ്കൂൾ അറിയപ്പെടുന്നത് അല്ലേ. അവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷൻ നൽകിയതും കൂടി കൃത്യമായി അവസാനിക്കുന്നു. നന്ദി ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സത്യമാഷിനെ ഞങ്ങൾ നിറക്കണ്ണുകളോടെ യാത്രയാക്കി. അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ജീവിതം ആരോഗ്യകരവും ഐശ്വര്യപൂർണവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എൻ്റെ പ്രിയ സഹപ്രവർത്തകർക്കൊപ്പം ഞാൻ KK ലത്തീഫ്, വടക്കാങ്ങര. ബൈ.